Hello dear students. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് which is very much familiar to you, that is rotational spectra of rigid diatomic molecule. Rigid ആയിട്ടുള്ള diatomic moleculeന്റെ rotational spectra എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് we are going to discuss. So ഇത് തന്നെ ഒരു ഐഡിയൽ കേസ് പോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഒരു മോളിക്കുലർ സിസ്റ്റം കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ജസ്റ്റ് റിജിഡ് ആയിട്ടുള്ള ഒരു ലൈനിൽ അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കിലേക്ക് രണ്ട് ബോൾസ് അറ്റാച്ച് ചെയ്ത പോലെ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, കാരണം അവിടെ ബോൺസ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ബോൺസ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത് ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ ഒരു റിയാക്ഷൻ നടത്തുക അല്ലെങ്കിൽ ലാബിൽ യൂസ് ചെയ്യുന്ന റിയേജൻസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ യൂസ് ചെയ്യുന്ന എത്ര കുറവ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കുറവ് മോളിക്യൂൾസ് ആണ് ഡയറ്റോമിക് സ്പീഷീസിലേക്ക് വരുന്നത്, ആ ഒരു ക്ലാസ്സിലേക്ക് വരുന്നതെന്ന്. ഓർഗാനിക് റിയാക്ഷൻസ് എടുക്കുക, ഇനോർഗാനിക് റിയാക്ഷൻസ് എടുക്കുക, അവിടെയെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്ന പല മോളിക്യൂൾസും പോളിയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഡയറ്റോമിക് സ്പീഷീസ് അല്ലെങ്കിൽ ഡയറ്റോമിക് ക്ലാസ്സിൽ നിങ്ങൾക്ക് കൺഫൈൻ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് മോളിക്യൂൾസ് മാത്രമാണ്. സോ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൊട്ടേഷണൽ സ്പെക്ട്ര കൺസിഡർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ എങ്ങനെയായിരിക്കും റൊട്ടേഷണൽ സ്പെക്ട്ര കാണപ്പെടുന്നത്, എങ്ങനെയായിരിക്കും റൊട്ടേഷണൽ ട്രാൻസിഷൻസിൻ്റെ എനർജീസ് വരുന്നത്, ഇങ്ങനത്തെ ഒരു കേസിൽ എങ്ങനെയാണ് റൊട്ടേഷണൽ സ്പെക്ട്ര നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യമേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ഒരു സിസ്റ്റത്തിന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ വീഡിയോസിലെല്ലാം. എത്ര തരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യസ് ഉണ്ടാകും ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ഓർ ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. ലീനിയർ ആണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് സ്പെറിക്കൽ ടോപ്പ് ആണെങ്കിൽ അതനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യസ് ഉണ്ടാകും. സിമെട്രിക് ടോപ്പ് ആണെങ്കിൽ അതനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യസ് ഉണ്ടാകും. അസിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ആണെങ്കിൽ അതനുസരിച്ചും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യസ് ഉണ്ടാകും. അപ്പോൾ ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ബേസിൽ അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിന് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിറ്റർമൈൻ ചെയ്യും എങ്ങനെയാണ് അതിൻ്റെ എനർജി ലെവൽസ് എന്നുള്ളത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കണം ആ ഒരു റൊട്ടേഷൻ നടക്കുക എന്നുള്ളതിന് ഈക്വലൻ്റ് ആയിട്ട് വേണം നമുക്ക് പറയാൻ പറ്റും. സോ ഈ റൊട്ടേഷണൽ സ്പെക്ട്രയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓരോ എനർജി ലെവൽസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ബേസിലാണ് നമുക്ക് ആ ഒരു എനർജി എക്സ്പ്രഷൻ വരുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോളിക്കുലർ സിസ്റ്റം എടുത്തിട്ട് ആ മോളിക്കുലർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഓരോ എനർജി ലെവൽസ് എന്ന് കണ്ടുപിടിക്കും. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് യൂസ് ചെയ്യുന്ന ഷ്രോഡിഞ്ചർ ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ ഓരോ എനർജി ലെവൽസിൻ്റെയും അതിൻ്റെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ എനർജി ലെവൽസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കിട്ടും. ആ എക്സ്പ്രഷനകത്ത് രണ്ട് ടേംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. One term is the moment of inertia. Another term is the rotational quantum number. So, Schrodinger wave equation solve നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ഓരോ ഇപ്പം ആറ്റത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കേസിൽ നിങ്ങൾക്ക് n ആയിരിക്കും ഈ ജയുടെ സ്ഥാനത്തൊക്കെ വരുന്ന ഒരു കറസ്പോണ്ടിങ് ടേം. ഓരോ ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ഓരോ ഓർബിറ്റലിൻ്റെ നമ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കറസ്പോണ്ടിങ് ടേം വരും. സോ ഇവിടെയും നമ്മൾ ഒരു മോളിക്കുലർ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യും. ആ മോളിക്കുലർ സിസ്റ്റത്തിനെ അതിൻ്റെ എനർജി എങ്ങനെ ക്വാണ്ടൈസ്ഡ് ആകും എന്നുള്ളത് നമ്മൾ പഠിക്കും. ആ എനർജിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഉണ്ടാകും. ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് റൊട്ടേഷണൽ എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ടാകും. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻ എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദി എനർജി ലെവൽസ്. ഓരോ റൊട്ടേഷണൽ എനർജി ലെവൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടും. ആ എക്സ്പ്രഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടുന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ലീനിയർ ഡയറ്റോമിക് സ്പീഷീസ് ആണ്, റിജിഡ് ഡയറ്റോമിക് റൊട്ടേറ്റേഴ്സിൻ്റെ കേസാണ്. അതെപ്പോഴും ലീനിയർ ആയിരിക്കും. ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്പെറിക്കൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ ആണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ റൊട്ടേഷൻ ലെവൽസിൻ്റെ എക്സ്പ്രഷൻ
ഇതിനകത്ത് വരുന്ന ഐയുടെ വാല്യൂ വ്യത്യാസം വരും. അറ്റ്കിൻസ് എന്ന് പറഞ്ഞ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ബുക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദി എനർജി വാല്യൂസ് ഓഫ് EJ values for different kind of molecule. Spherical ടോപ്പിനും ലീനിയർ മോളിക്യൂൾസിനും അസിമെട്രിക് ടോപ്പിനും ഒക്കെയുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഐ വാല്യൂ ഓരോ ഐ പെർപെൻഡിക്കുലർ ഉണ്ടാവും, ഐ പാരലൽ ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ലെവൽസ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. Excuse me. So if you're interested, go and refer that book. You can get some more idea regarding that particular energy levels. Rotation energy levels ne kurichu kodal ideas kittum. So rotational spectra of a molecule നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് അതിൻ്റെ റൊട്ടേഷൻ എനർജി ലെവൽസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് റൊട്ടേഷൻ എനർജി ലെവൽസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ക്വാണ്ടിറ്റൈസ്ഡ് ആയിരിക്കുന്നത്, ഓരോ എനർജി ലെവൽസിൻ്റെയും വാല്യൂസ് എത്രയാണ്. And each of these energy levels can be represented using the moment of inertia and the rotational quantum number. Rotational quantum number അതുപോലെ തന്നെ moment of inertia യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഈ ഓരോ എനർജി ലെവൽസിനെ കാണിക്കാം. ആൻഡ് ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ബൈ സോൾവിങ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഇതിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. ഈ ടോപ്പിക്കിന് ബിയോണ്ട് ആണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ ചെക്ക് അതർ ബുക്സ് റിഗാർഡിംഗ് ദിസ്. സോ വി ഹാവ് ദി റൊട്ടേഷൻ എനർജി ലെവൽസ് ഇൻ റിജിഡ് റൊട്ടേറ്റർ. ഒരു റിജിഡ് റൊട്ടേറ്റർ എടുക്കുമ്പോൾ അതിനകത്തെ ഓരോ റൊട്ടേഷൻ എനർജി ലെവൽസും നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇഫ് യു നോ ഐ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന് അറിയാം. അതുപോലെ തന്നെ ഓരോ ജെ വാല്യൂ J0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് പോസിബിൾ ആണ്. 0, 1, 2, 3 എക്സെട്ര വാല്യൂസ് പോസിബിൾ ആണ്. ഓരോ ജെ വാല്യൂ വിട്ടു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ എനർജി ലെവൽസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. ആൻഡ് J ഇൻറ്റു J+1 ഈ ഒരു പെർട്ടിക്കുലർ ടേം നിങ്ങൾക്ക് തരുന്നത് ആക്ച്വലി ദി ഡീജനറസി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ആ ഒരു റൊട്ടേഷൻ ലെവലിൻ്റെ ഡീജനറസി, ഓരോ ലെവലും എത്ര ഫോൾ ഡീജനറേറ്റ് ആണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ തരുന്ന ഒരു പെർട്ടിക്കുലർ ടേമാണ് J ഇൻറ്റു J+1. ഓരോ എനർജി ലെവൽസിൻ്റെയും ഡീജനറസി കൺസെപ്റ്റ് തരുന്നത് J ഇൻറ്റു J+1 എന്നുള്ളതാണ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ കൺസിഡർ ചെയ്ത് അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന് ഓരോ എനർജി ലെവൽസിനെ കുറിച്ചുള്ള ഐഡിയാസ് നമുക്ക് അറൈവ് ചെയ്യാൻ സാധിച്ചു. ഇനി ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ. എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഇൻ ദ കേസ് ഓഫ് എ ഡയാറ്റോമിക് മോളിക്യൂൾ? സോ ഇവിടെ നമ്മൾ പറയുന്ന ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു പല മൊമെൻ്റ് ഓഫ് ഇനേർഷ്യസ് ഉണ്ട്. ഈ ഒരു ആക്സിസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും IA, ഇങ്ങനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും, അതുകൂടാതെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. ഇങ്ങനെ 3 മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. IA വിൽ ബി ഈക്വൽ ടു 0 എന്നാണ്. ഈ 2 റൊട്ടേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു മോളിക്യൂൾ ഡയറ്റോമിക് മോളിക്യൂൾ ലീനിയർ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ ഇങ്ങനെ 2 റൊട്ടേഷണൽ മോഷൻസ് ആണ് പോസിബിൾ. നമ്മുടെ മോളിക്യൂളിൻ്റെ ബോണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൽ റൊട്ടേഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഒക്കെ ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇങ്ങനത്തെ 2 ടൈപ്പ് ഓഫ് റൊട്ടേഷൻസ് പോസിബിൾ ആണ്. ഈ റൊട്ടേഷൻ നടക്കുമ്പോഴുള്ള സ്പെക്ട്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇങ്ങനെ നമ്മളൊരു ലീനിയർ ഡയറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ യു ക്യാൻ ഹാവ് ദിസ് വൺ ആസ് M1 ആൻഡ് ദിസ് വൺ ആസ് M2 masses of these two. ഇത് ട്രയാറ്റോമിക് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. യു ജസ്റ്റ് ഇഗ്നോർ ദിസ് പെർട്ടിക്കുലർ ആറ്റം. ഈ സെൻറ്ററിലുള്ള ആറ്റത്തിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ദിസ് വാസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇൻ്റർനെറ്റ്. ഓക്കെ, സോ M1 M2 എന്ന് പറഞ്ഞ 2 ആറ്റംസ് ഒരു ബോണ്ട് വഴി കണക്റ്റഡ് ആയിരിക്കുന്നു. ഇവിടെയും ഒരു ബോണ്ട് വഴി കണക്റ്റഡ് ആയിരിക്കുന്നു. ഈ കേസിൽ എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ? സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ആക്ച്വലി ഈക്വൽ ടു
m1 r1 square plus m2 r2 square. m1 r1 is equal to m2 r2 and r1 and r is equal to r1 plus r2. ഇത് r1 ഇത് r2 ആണെന്ന് കൺസിഡർ ചെയ്യുക. ഈ രണ്ട് ബോണ്ട് ലെങ്ത്തും നിങ്ങൾ r1 r2 എന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ദ സെൻറ്റർ ഓഫ് മാസ്. ജി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഇതായിട്ട് പ്ലോട്ട് ചെയ്യുന്നു. സോ ഇത് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് m1ലേക്കുള്ള ഡിസ്റ്റൻസ് r1ഉം m2ലേക്കുള്ള ഡിസ്റ്റൻസ് r2 ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഹാവ് എ relation like this: m1 r1 is equal to m2 r2 and I will be equal to m1 r1 square plus m2 r2 square. From this expression you can have r1 is equal to m2 r divided by m1 plus m2 and r2 is equal to m1 r divided by m1 plus m2 and m1 m2 divided by m1 plus m2 is equal to reduced mass mu. So this equation I is equal to m1 r1 square plus m2 r2 square can be rewritten in another form, that is m1 m2 divided by m1 plus m2 into r square, that is equal to mu r square. So ഒരു ലീനിയർ ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു mu r square. ഇത് ലീനിയർ ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിൽ മാത്രമാണ്. വേറെ മോളിക്യൂൾസിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. സോ this will give you the moment of inertia and you can substitute ഈ particular value നിങ്ങൾക്ക് substitute ചെയ്യാം ഈ ഒരു equationൽ, that is E is equal to h cross by 2I j into j plus 1, h cross square divided by 2I j into j plus 1. ഈ ഇക്വേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓരോ എനർജി ലെവൽസിൻ്റെയും റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെയും വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ജെ ക്യാൻ ഹാവ് വാല്യൂസ് ജെ ഇസ് ഈക്വൽ ടു 0, 1, 2, etc., 3, etc. J is the rotational quantum number, I is the moment of inertia, and this moment of inertia is about an axis passing through its center of gravity and perpendicular to molecular motion. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പാസ് ചെയ്യുകയും ചെയ്യും, കൂടാതെ നമ്മുടെ മോളിക്കുലർ ആക്സിസിൻ്റെ മോളിക്കുലർ ബോണ്ടിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിലായിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി മോളിക്കുലർ ആക്സിസ്. അതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു mu r square. ഈ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ടു ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ ഫൈൻഡ് ദി കറസ്പോണ്ടിങ് ബോണ്ട് ലെങ്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നൗ മൂവിങ് ഫർദർ, നമ്മൾ എനർജി കിലോ ജൂൾസിൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇ ഈസ് ഈക്വൽ ടു h cross square divided by 2I into j into j plus 1. ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയായിരുന്നു. We can actually express this in terms of wave numbers. Wave numbers express ചെയ്യാം. Epsilon j is equal to E divided by hc, Ej divided by hc, that is equal to h divided by 8 pi square ic into j plus 1, centimeter raised to minus 1.
എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്രഷൻ നടത്തുന്നത് cm⁻⁻1 കാരണം അല്ലെങ്കിൽ എനർജി വാല്യൂസ് നമ്മൾ പവർ ടേംസിലൊക്കെ പറയേണ്ടി വരും, ഗ്രാഫുകളൊക്കെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യാൻ. സോ ഇറ്റ് ഈസ് beneficial for us to express that in wave numbers. ഈ ഒരു പെർട്ടിക്കുലർ ടേം h divided by 8 pi square IC നെ നമുക്ക് b എന്ന് വിളിക്കാൻ പറ്റും. That is rotational constant b into j plus 1 cm⁻⁻1. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസിന് വേവ് നമ്പേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻ. ബി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഫോർ എ പെർട്ടിക്കുലർ മോളിക്യൂൾ. ഒരു പെർട്ടിക്കുലർ മോളിക്യൂൾ എടുക്കുമ്പോൾ അതിന് കോൺസ്റ്റൻ്റ് ആണ്. ബിയുടെ വാല്യൂ h divided by 8 pi square IC. h പ്ലാങ്ക് കോൺസ്റ്റൻ്റ്, I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ, c is the velocity of light and j is the rotational quantum number. bj into j plus 1 is the energy of a particular rotation level. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു റൊട്ടേഷൻ ലെവലിൻ്റെ എനർജിയാണ് bj into j plus 1. ഇനി അത് ജൂൾസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇൻ ജൂൾസ് it is equal to h square divided by 8 pi square I j into j plus 1. സോ ഇവിടുന്ന് മനസ്സിലാവുന്ന ബി റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ നിങ്ങൾക്ക് cm⁻⁻1 എക്സ്പ്രസ് ചെയ്യുമ്പോൾ that would be h divided by 8 pi square IC and in joules it would be h square divided by 8 pi square I. ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഈ സി ടേമിൻ്റെ വ്യത്യാസം അത് വരുമ്പോഴാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ എച്ചും സിയും വരുന്ന വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ഇതിനെ സെൻറ്റിമീറ്റേഴ്സിൽ നിന്ന് ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ബി ഇസ് ദ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി യൂണിറ്റ് ഓഫ് ദി എനർജി ലെവൽ ദാറ്റ് യു ആർ യൂസിങ്. അല്ലെങ്കിൽ എനർജി ലെവൽസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ജൂൾസിലാണോ cm⁻⁻1 അതിൻ്റെ ടേമിൽ ബിയുടെ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് വാല്യൂസും മാറും, അതിൻ്റെ യൂണിറ്റും മാറും. ഇ ജെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് cm⁻⁻1 അതനുസരിച്ച് ബിയുടെ യൂണിറ്റ് cm⁻⁻1 ആയിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ജൂൾസിലായിരിക്കും എനർജി ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ. സോ that is about the rotational constant. What is rotational constant? സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എന്തിനോടൊക്കെ ഒരു മോളിക്യൂളിൻ്റെ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഐയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഐ എന്ന് പറഞ്ഞാൽ μr² ആണ്. ബോണ്ട് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എങ്ങനെ വേരി ചെയ്യുന്നു, മാസ് മാറുമ്പോൾ എങ്ങനെ വേരി ചെയ്യുന്നു, ഡിസ്റ്റൻസ് മാറുമ്പോൾ എങ്ങനെ വേരി ചെയ്യുന്നു, ബോണ്ട് ഡിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നിങ്ങളൊരു ഐസോട്ടോപ്പും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ബിയുടെ വാല്യൂ എങ്ങനെ വേരി ചെയ്യുന്നുള്ളത്, ബിയുടെ വാല്യൂ എപ്പോൾ ഡബിൾ ആകും, ബിയുടെ വാല്യൂ നിങ്ങളൊരു ഐസോട്ടോപ്പും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേരി ചെയ്യുന്നു, ഹയർ മാസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വ്യത്യാസം വരുന്നു, HClൻ്റെ കേസിലും DClൻ്റെ കേസിലും എങ്ങനെയാണ് റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. ഈ ഒരു ജസ്റ്റ് ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇൻവേഴ്സ് റിലേഷനാണ് വരുന്നത്. ബിയുടെ വാല്യൂവും അതുപോലെ തന്നെ ബോണ്ട് ലെങ്ത്തും റെഡ്യൂസ്ഡ് മാസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നതെന്നും ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ റൊട്ടേഷൻ ലെവൽസിൻ്റെയും എനർജീസ് കണ്ടുപിടിക്കാൻ സാധിക്കും ഇൻ ടേംസ് ഓഫ് ജൂൾസ് ആസ് വെൽ ആസ് ഇൻ ടേംസ് ഓഫ് cm⁻⁻1. ജൂൾസിലും cm⁻⁻1ലും ഓരോ റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെയും വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, പ്രൊവൈഡഡ് യു ഷുഡ് നോ ദി കറസ്പോണ്ടിങ് ഐ വാല്യൂ. ആ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓരോ റൊട്ടേഷൻ ലെവൽസിൻ്റെയും എനർജീസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി റൊട്ടേഷൻ ലെവൽസിൻ്റെ എനർജീസ് കണ്ടുപിടിച്ചാൽ എന്താണ് ഗുണം? റൊട്ടേഷൻ എനർജി ലെവൽസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് റൊട്ടേഷണൽ ട്രാൻസിഷൻസ് ഏതൊക്കെ എനർജീസിൽ നടക്കും എന്നുള്ളത്, ഏത് എനർജീസിലായിരിക്കും അബ്സോർപ്ഷൻ നടക്കുന്നത്. J=1 നിന്ന് J=2 പോകുമ്പോൾ എത്ര എനർജി അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം മനസ്സിലാവുന്നത് നമുക്ക് റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെ വാല്യൂസ് അറിഞ്ഞു കഴിയുമ്പോഴാണ്. അതെങ്ങനെയായിരിക്കും?
ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് പറയാറുള്ള പോലെ, സപ്പോസ് J2 dash and J dash are two energy levels. J2 dash lower energy level, J dash high energy level. അത് തമ്മിലുള്ള ഡിഫറൻസ് വിൽ ബി ഗിവൺ ആസ് ഡെൽറ്റ എപ്സിലോൺ ജെ. നമ്മൾ വേവ് നമ്പേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്ന. ഡെൽറ്റ എപ്സിലോൺ ജെ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ജെ ഡാഷ് മൈനസ് എപ്സിലോൺ ജെ ടു ഡാഷ്. ജെ ഡാഷും ജെ ടു ഡാഷും ഹയറും ലോവറും എനർജി ലെവൽസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു J dash into J dash plus 1 minus B into J2 dash into J2 dash plus 1. ഓരോ എനർജി ലെവൽസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. സോ ഫസ്റ്റത്തെ എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് B into J dash into J dash plus 1. ലോവർ എനർജി ലെവലിൻ്റെ B J2 dash into J2 dash plus 1. ഇനി നമുക്ക് ജസ്റ്റ് എല്ലാ ട്രാൻസിഷൻസും പോസിബിൾ ആണെന്ന് പറയില്ല, പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി വി ഹാവ് പ്രൂവ് ദാറ്റ് ദി ട്രാൻസിഷൻസ് ദാറ്റ് ആർ പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ്, ഒരു റൊട്ടേഷണൽ ട്രാൻസിഷൻ പോസിബിൾ ആവണമെങ്കിൽ ഡെൽറ്റ ജെ ഷുഡ് ബി ഈക്വൽ ടു +or -1. +or -1 ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ ആ ട്രാൻസിഷൻ നടക്കുള്ളൂ. +1 കൊടുക്കാം, കാരണം ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകുന്ന ട്രാൻസിഷൻസ് ആണ് നടക്കുക എന്ന് പറയുന്നു. സോ +1 മാത്രമേ പോസിബിൾ ആയിട്ട് വരുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഡെൽറ്റ ജെ +or-1 മാത്രമാണ് പോസിബിൾ എന്നുള്ളതാണ് സെലക്ഷൻ റൂൾ. സോ ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ J dash minus J2 dash will be equal to 1. കാരണം ഡെൽറ്റ ജെ എപ്പോഴും 1 ആകാനേ സാധ്യതയുള്ളൂ. അതിനെക്കാട്ടും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസിഷൻ ഫോർബിഡൻ ട്രാൻസിഷനാണ് ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്ര. സോ റൊട്ടേഷണൽ സ്പെക്ട്രയിൽ ഒരു ട്രാൻസിഷൻ അലൗഡ് ആവണമെങ്കിൽ ഡെൽറ്റ ജെ +or-1 ആകണം. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ J2 ഡാഷും J ഡാഷും തമ്മിലുള്ള ഡിഫറൻസ് 1 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ എപ്സിലോൺ ജെ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു J2 ഡാഷ് +1. ജെ ഡാഷിൻ്റെ സ്ഥാനത്ത് J2 ഡാഷ് +1. J2 ഡാഷിനെക്കാട്ടും ഒരെണ്ണം കൂടുതലായിരിക്കും തരും J ഡാഷ് ഇൻറ്റു J2 ഡാഷ് +1 +1 മൈനസ് B ഇൻറ്റു J2 ഡാഷ് ഇൻറ്റു J2 ഡാഷ് +1. That will give you 2B into J +1. J can have values 0, 1, 2, etc. ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്ന എനർജി, റൊട്ടേഷൻ ട്രാൻസിഷനിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന എനർജി വിൽ ബി ഈക്വൽ ടു 2B ഇൻറ്റു J +1 അല്ലെങ്കിൽ J ഡാഷ് +1. ഇവിടെ J2 ഡാഷ് ആണ് വരിക, കാരണം ടേംസ് ഇതാണ്. നമ്മൾ കോമൺ ആയിട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ ഡെൽറ്റ എപ്സിലോൺ ജെ ഇസ് ഈക്വൽ ടു 2B ഇൻറ്റു J +1 എഴുതാം. ലോവർ എനർജി ലെവലിൻ്റെ വാല്യൂ ആണ് ഈ J ആയിട്ട് കൊടുക്കുന്നത്. ഏത് ലെവലിൽ നിന്ന് ട്രാൻസിഷൻ നടക്കുന്നു ആ വാല്യൂ ആണ് ഇവിടെ J ആയിട്ട് കൊടുക്കുന്നത്. സോ ദിസ് ഇസ് ദി എനർജി ദാറ്റ് ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ട്രാൻസിഷൻ. റൊട്ടേഷൻ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇത്രയും എനർജി ഡിഫറൻസ് ആണ് വരുന്നത് ഒരു ലെവലിൽ നിന്ന് അടുത്ത എനർജി ലെവലിലേക്ക് പോകുമ്പോൾ. ഇവിടെയും നോക്കുക, ഇവിടെയും ബീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ബി ഈസ് h ഡിവൈഡഡ് ബൈ h² IC. ബിയുടെ വാല്യൂ h ഡിവൈഡ് ബൈ 8π² IC ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെയും പറയാൻ പറ്റും ദാറ്റ് ഈസ് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ആ ഒരു ട്രാൻസിഷനിൽ എത്ര എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, എത്ര എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് റൊട്ടേഷൻ ട്രാൻസിഷൻ നടക്കുന്നു, അതുകൂടാതെ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെയും കൂടെയാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് എനർജി ഡിഫറൻസ് കുറവായിരിക്കും.
മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വളരെ കുറവാണെങ്കിൽ എനർജി ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി എനർജി ഡിഫറൻസ് ഓർ ദി എനർജി absorbed during a particular transition. സോ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, റൊട്ടേഷൻ എനർജി ലെവൽസിനെ കുറിച്ച് പറഞ്ഞു. റൊട്ടേഷൻ എനർജി ലെവൽസിനെ കുറിച്ച് പറഞ്ഞു. 2, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെ കുറിച്ച് പറഞ്ഞു. 3, ഡീജനറസിയെ കുറിച്ച് പറഞ്ഞു. 4, ഡീജനറസി കൂടാതെ ഓരോ എനർജി ലെവലിൻ്റെ ഡിഫറൻസിനെ, റൊട്ടേഷൻ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് പറഞ്ഞു. റൊട്ടേഷൻ കോൺസ്റ്റൻറ്റ് ബീനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്രയാണ് എനർജി ഡിഫറൻസ് വരിക എന്നുള്ളത് പറഞ്ഞു. എനർജി ഡിഫറൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് cm⁻⁻1 ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമെന്ന് പറഞ്ഞു. എനർജി ഡിഫറൻസ് എത്രയാണെന്നുള്ളത് പറഞ്ഞു. 2b × j+1. അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7 പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തതാണ് സെലക്ഷൻ റൂൾ. സെലക്ഷൻ റൂൾ ΔJ = +1 എന്നുള്ള ±1 എന്നുള്ളതാണ് റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കുമ്പോഴുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ സെലക്ഷൻ റൂൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഈ ബി വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പർ ലെവലിലും ലോവർ ലെവലിലും ബി വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഡെറിവേഷൻ ചെയ്യുന്നത്. ബി വാല്യൂ വേരി ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ എടുക്കാൻ പറ്റില്ല ബീനെ. പക്ഷേ നമ്മൾ ഹയർ ലെവലിലും ലോവർ ലെവലിലും ബി വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ നമ്മൾ ഓരോ റൊട്ടേഷണൽ ലെവൽസും കൺസിഡർ ചെയ്യുവാണെങ്കിൽ J = 0 ആകുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വരുന്ന 2b ആണ്. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അറിയാം, b J × j+1 ആണ് ഒരു എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ പറഞ്ഞു. സോ J 0 ആകുമ്പോൾ b × 0 × 0+1 that will be equal to 0. Then സെക്കൻഡ് എനർജി ലെവലിലേക്ക് പോകുമ്പോൾ, ഫസ്റ്റ് എനർജി ലെവലിലേക്ക് പോകുമ്പോൾ 0, then you have 1 × 2 2b വരും, പിന്നെ 4b വരും, 6b വരും. അങ്ങനെ എനർജി ലെവൽസ് വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. സോ ദിസ് വൺ ഈസ് 2b, this one is 0, this one is 2b, this one is 4b, then you have 6b, 8b, etc. So ഇത് ഓരോന്നും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റത്തെ 0 വരും, സെക്കൻഡ് വൺ 1 × 2b വരും, തേർഡ് വൺ 2 × 3b വരും, ഇങ്ങനെ ഡിഫറൻസ് വരും. അങ്ങനെയാണ് നമുക്ക് ഓരോ എനർജി ലെവൽസും കിട്ടുന്നത്. സോ തമ്മിലുള്ള ഡിഫറൻസ് വരുമ്പോൾ ഓരോ എനർജി ലെവൽസിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ്. ഇപ്പം ഇവിടെ 4bയിൽ നിന്ന് 2bയിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ 2b ആയിരിക്കും എനർജി വരുന്നത്. അങ്ങനെ ഓരോരോ ട്രാൻസിഷൻസിൻ്റെ എനർജി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ എ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വിത്ത് വേവ് നമ്പേഴ്സ് 2b, 4b, 6b is expected for the rotational spectrum of rigid diatomic molecule. നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. 2b, 4b, 6b, എക്സെട്ര. അങ്ങനെയാണ് ഓരോ എനർജി ലെവൽസും സ്പേസ് ചെയ്തിരിക്കുന്നത്. The separation between any two adjacent lines is 2b. 2b ആണ് സെപ്പറേഷൻ വരുന്നത്. സോ ആദ്യം നിങ്ങൾക്ക് 0th ലെവൽ ഉണ്ടാവും, 2b ഉണ്ടാവും, പിന്നെ 6b ഉണ്ടാവും, 12b ഉണ്ടാവും. അങ്ങനെ എനർജി ലെവൽസ് നിങ്ങൾക്ക് വേരി ചെയ്ത് കാണാൻ പറ്റും. ഇനി ഓരോ എനർജി ലെവൽസും നിങ്ങൾ സ്പെക്ട്ര അനലൈസ് ചെയ്യുവാണെങ്കിൽ സ്പെക്ട്രയിൽ നിങ്ങൾ കാണുന്നത് 2bയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ലൈൻ ഉണ്ടാവും, 4bയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ലൈൻ ഉണ്ടാവും, 6bയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഉണ്ടാവും, 8bയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഉണ്ടാവും.
സോ എനർജി ലെവൽസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് കിട്ടും 2B 6B 12B അങ്ങനെ വാല്യൂസ്. 2B 6B തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, 0യും 2Bയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2B കിട്ടും, 4B കിട്ടും, 6B കിട്ടും, 8B കിട്ടും. അങ്ങനെ ഡിഫറൻസ് വരും. സോ അതിനനുസരിച്ചാണ് റൊട്ടേഷൻ എനർജി ലെവൽസ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. സോ ഓരോ എനർജി ലെവൽസിൻ്റെയും വാല്യൂസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ എനർജി ലെവൽസിനും കറസ്പോണ്ടിങ് ആയിട്ട് 0, 2B, 6B, 12B എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസ് ഉണ്ടാകും. ഈ ഓരോ എനർജി ലെവൽസിൽ നിന്ന് അടുത്ത എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ΔJ = +1 എന്നുള്ള ട്രാൻസിഷൻ ആയതുകൊണ്ട് 0യിൽ നിന്ന് 2Bയിലേക്കും 2Bയിൽ നിന്ന് 6Bയിലേക്കും മാത്രമേ ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. ഈ ഓരോ ട്രാൻസിഷൻ്റെയും ഡിഫറൻസ് വരുന്നത് will be equal to 2B, 4B, 6B, 8B അങ്ങനെയുള്ളതായിരിക്കും. സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും 2Bയിൽ ഒരു ലൈൻ, 4Bയിൽ ഒരു ലൈൻ, 6Bയിൽ ഒരു ലൈൻ, 8Bയിൽ ഒരു ലൈൻ, ഒരു മോളിക്യൂളിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്ര എടുക്കുമ്പോൾ ഈ ഓരോ ലൈൻസും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 2B ആയിരിക്കും. ഓരോ റൊട്ടേഷൻ സ്പെക്ട്രൽ ലൈൻസിൻ്റെയും ഡിഫറൻസ് വരുന്നത് 2B ആയിരിക്കും. സോ ഒരൊറ്റ ട്രാൻസിഷൻ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റൊട്ടേഷൻ സ്പെക്ട്രയ്ക്കകത്ത് ഇപ്പം ഹയർ ടെമ്പറേച്ചേഴ്സിലേക്ക് പോകുമ്പോൾ റൊട്ടേഷൻ ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. KTയുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ, KT എന്ന് പറഞ്ഞുള്ള ലെവൽസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റൊട്ടേഷൻ എനർജി ലെവൽസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈലി പോപ്പുലേറ്റഡ് ആയിരിക്കും ലോവസ്റ്റ് എനർജി ലെവൽസ് ഒക്കെ. J = 0 ആണെങ്കിലും 1 ആണെങ്കിലും 2 ആണെങ്കിലും ഒക്കെ ഹൈലി പോപ്പുലേറ്റഡ് ആയിരിക്കും. സോ പല ട്രാൻസിഷൻസും പോസിബിൾ ആയിട്ട് വരും. 0 to 1 മാത്രമല്ല, 1 to 2 നടക്കാം, 2 to 3 നടക്കാം, 3 to 4 നടക്കാം. ഏത് ട്രാൻസിഷൻ വേണമെങ്കിലും റൊട്ടേഷൻ സ്പെക്ട്രത്തിൽ നടക്കാൻ പറ്റും. കാരണം പോപ്പുലേഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. നമ്മൾ ഹയർ ടെമ്പറേച്ചേഴ്സിലൊക്കെ പോപ്പുലേഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും. റൊട്ടേഷണൽ മോഷൻ എളുപ്പത്തിൽ നടക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പല ലൈൻസ് നമുക്ക് ഒരു റൊട്ടേഷൻ സ്പെക്ട്ര എടുക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് CF3I എന്ന് പറഞ്ഞ പർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രയാണ്. ഇതിനകത്ത് സ്പ്ലിറ്റിങ് കാണുന്നുണ്ട്. ഇതിപ്പം ഫസ്റ്റ് സെക്ഷനിൽ കാണിക്കുന്ന 2 to 3 ട്രാൻസിഷനാണ്. പിന്നെ 3 to 4 ട്രാൻസിഷൻ, 4 to 5 ട്രാൻസിഷനാണ്. ഈ ട്രാൻസിഷനകത്തൊക്കെ നിങ്ങൾക്ക് സ്പ്ലിറ്റിങ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ക്വാഡ്രപ്പോൾ കപ്ലിംഗ് നടക്കുന്നത് കാരണം സ്പ്ലിറ്റിങ് വരുന്നതാണ്. അത് നമ്മളിവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു സെക്ഷനിലൊരു ലൈൻ കാണുന്നുണ്ട്, ഇവിടെയും ലൈൻ കാണുന്നുണ്ട്, ഇവിടെയും ലൈൻ കാണുന്നുണ്ട്, പല പല ലൈൻസ് കാണുന്നുണ്ട്. ഒരു സിംഗിൾ സ്പെക്ട്രൽ ലൈൻ അല്ല കാണുന്നത്. അതിൻ്റെ കാരണം ഹയർ ലെവൽസും ഹയർ റൊട്ടേഷൻ ലെവൽസും ഈക്വലി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ്ലി പോപ്പുലേറ്റഡ് ആണ് വെൻ യു ആർ കൺസിഡറിങ് എ റൊട്ടേഷൻ സ്പെക്ട്ര ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ സ്പെക്ട്ര ഒരു കൺസിഡറബിളി ഹയർ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ എടുക്കുമ്പോൾ ആ ലെവൽസ് എല്ലാം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ട് വരും. അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറിൽ എടുക്കുമ്പോൾ തന്നെ ആ ലെവൽസ് എല്ലാം പോപ്പുലേറ്റഡ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ലൈൻസും പല റീജിയൻസിൽ കാണാൻ പറ്റും. J = 0 to 1 മാത്രമായിരിക്കില്ല, 1 to 2 കാണാം, 2 to 3 കാണാം, 3 to 4 കാണാം, ഏത് വേണമെങ്കിലും കാണാം. സോ ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ദ റൊട്ടേഷൻ സ്പെക്ട്ര ഓഫ് എ ഡയറ്റോമിക് മോളിക്യൂൾ. ഇവിടെ തന്നിരിക്കുന്ന ഡയറ്റോമിക് മോളിക്യൂൾ അല്ല, ഇത് ഒരു CF3I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമെട്രിക് ടോപ്പ് മോളിക്യൂളാണ് തന്നിരിക്കുന്നത്. പക്ഷേ ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസിലും അതനുസരിച്ച് നമുക്ക് റൊട്ടേഷൻ സ്പെക്ട്ര കാണാൻ പറ്റും. സോ ഈ ഒരു സ്പെക്ട്ര നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം J വാല്യൂ എന്താണ്, ആ J വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റണം. ഓരോ എനർജി ലെവൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ ലെവലിൻ്റെ വാല്യൂ, റൊട്ടേഷൻ എനർജി വാല്യൂ എഴുതണം. ഡിഫറൻസ് എത്രയാണെന്നുള്ളത് എഴുതാൻ പറ്റണം. ഇവിടെ 2B ആണ് ഡിഫറൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4B, പിന്നെ 6B, പിന്നെ 8B ആണ് ഡിഫറൻസ് വരിക. സോ ഇങ്ങനെ റൊട്ടേഷൻ ലെവൽസ് എഴുതാൻ പറ്റണം, J വാല്യൂസ് എഴുതാൻ പറ്റണം, J വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജീസ് ഓരോ ലെവൽസിനും എഴുതാൻ പറ്റണം. ദാറ്റ് ഈസ് 0, 2B, 6B, 12B എന്നൊക്കെയുള്ള എനർജീസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാൻ പറ്റണം. അതുകൂടാതെ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് എഴുതാൻ പറ്റണം. ഓരോ ട്രാൻസിഷനും എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് എഴുതാൻ പറ്റണം. ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഗിവ് റൊട്ടേഷൻ സ്പെക്ട്ര ഓൾസോ. ഇതൊക്കെ ഒരു തിയററ്റിക്കലായിട്ട് നമ്മൾ പറയുന്ന റൊട്ടേഷൻ സ്പെക്ട്രയാണ്.
പക്ഷേ റിയൽ ലൈഫ് നമ്മൾ എടുക്കുമ്പോൾ വളരെയധികം ഇഫക്ട്സ് വേറെ വരുന്നുണ്ട്. ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ അനദർ ക്ലാസ്സസ് ഓർ അനദർ വീഡിയോസ്. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ റൊട്ടേഷൻ സ്പെക്ട്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ സ്മോളർ ക്ലാസ്സിൽ പഠിച്ച കാര്യമായിരിക്കും, എന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തന്നിരുന്നത്. എങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, സെലക്ഷൻ റൂൾ എന്താണ്, ബിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, ജെയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, എനർജി ലെവൽസ് എങ്ങനെയാണ് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്, എനർജി ലെവൽസിൻ്റെ വാല്യൂ എത്രയാണ്, ട്രാൻസിഷൻ നടക്കുമ്പോൾ കറസ്പോണ്ടിങ് എനർജി ചേഞ്ച് എത്രയാണ് വരുന്നത്, അതിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, ആൻഡ് നമുക്ക് ഒരു ലൈൻ മാത്രമാണോ കിട്ടുക അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ലൈൻസ് കാണുമോ റൊട്ടേഷണൽ സ്പെക്ട്രയിൽ, അത് എന്തുകൊണ്ട് കാണപ്പെടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. സോ ദാറ്റ് ഇസ് ഓൾ. താങ്ക് യു.